കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആരംഭിച്ച കടലാക്രമണം പൊന്നാനി താലൂക്കിൽ രൂക്ഷമായി. സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. പൊന്നാനി അഴീക്കൽ മുതൽ പുതുപ്പൊന്നാനി വരെയുള്ള നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ തീരദേശ മേഖലയിലുമാണ് കടലാക്രമണം രൂക്ഷമായത്. പൊന്നാനി ലൈറ്റ് ഹൗസ് പരിസരം, മരക്കടവ്, മുക്കാടി, അലിയാർപള്ളി, MES പിറകുവശം, മുറിഞ്ഞഴി പോലീസ് സ്റ്റേഷന്റെ പിറകുവശം, മുല്ല റോഡ്, പുതുപ്പൊന്നാനി, വെളിയങ്കോട്, തണ്ണിത്തുറ, പത്തുമുറി, പാലപ്പെട്ടി, അജ്മീർ നഗർ എന്നിവിടങ്ങളിലാണ് കടൽ ആഞ്ഞടിക്കുന്നത്. മുറിഞ്ഞഴി മേഖലയിലാണ് കടലാക്രമണം ഭീതി വിതയ്ക്കുന്നത്. കൂടാതെ തണ്ണിത്തുറയിലും കടലാക്രമണം ശക്തമാണ്. 4 വീടുകൾ പൂർണ്ണമായും 15 വീടുകൾ ഭാഗികമായും തകർന്നു. അതിശക്തമായ തിരമാലകളിൽ കടൽ വെള്ളം 100ഓളം വീടുകളിലേക്ക് കയറി. ഈ മേഖലയിൽ മിക്ക വീടുകളും 50 മീറ്ററിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേലിയേറ്റ സമയമായ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലാണ് കടൽ ആഞ്ഞടിക്കുന്നത്. ഈ ഭാഗത്തെ 100 കണക്കിന് തെങ്ങുകളും ഏതു നിമിഷവും നിലംപൊത്തുമെന്ന സ്ഥിതിയിലാണ്. കടൽഭിത്തികൾ പൂർണ്ണമായും ഇല്ലാത്ത ഭാഗങ്ങളിലാണ് തിരമാലകൾ നേരിട്ട് വീടുകളിലേക്ക് എത്തുന്നത്. തിരമാലകൾക്കൊപ്പമെത്തുന്ന മണൽ വീടുകളിലേക്ക് അടിച്ചു കയറുന്നുമുണ്ട്. ഉപ്പുവെള്ളം കലർന്നതിനാൽ കിണറുകളിൽ നിന്നും അത്യാവശ്യങ്ങൾക്ക് പോലും വെള്ളം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് വീട്ടുകാർ. കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. കടലാക്രമണ സമയത്ത് മാത്രം എത്തുന്ന അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് കടലോരവാസികളുടെ ആവശ്യം. മുറിഞ്ഞഴി മേഖലയും വെളിയങ്കോട് ഭാഗത്തെ വീടുകളും കടലാക്രമണ ഭീഷണി നേരിടുകയാണ്.